100 ബില്യൺ വിദേശ നിക്ഷേപം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാനാണ് സൗദിയിൽ പുതിയ നിക്ഷേപ മന്ത്രിയായി ഫഹദ് അൽ സൈഫിനെ നിയമിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ. AI ഉൾപ്പെടെ വൈവിധ്യമാർന്ന മേഖല വഴി വരുമാനം സൃഷ്ടിക്കലും നീക്കത്തിന്റെ ലക്ഷ്യമാണ്. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഖാലിദ് അൽ ഹാലിഹിനെ മാറ്റിയാണ് പുതിയ മന്ത്രിയെ നിയമിച്ചത്. ഇന്നലെയാണ് സൗദി അറേബ്യയുടെ പുതിയ നിക്ഷേപ മന്ത്രിയായി ഫഹദ് ബിൻ അബ്ദുൽ ജലീൽ അൽ സൈഫിനെ നിയമിച്ചത്. രാജ ഉത്തരവിലൂടെയാണ് നിയമനം. മുൻ നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹിനെ സഹമന്ത്രിയും ക്യാബിനറ്റ് അംഗവുമായും നിയമിച്ചു. ഈ മാറ്റം സൗദിയുടെ വിഷൻ 2030 പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ചും ഇനിയുള്ള കാലം വരുമാനം വർദ്ധിപ്പിക്കുന്ന മേഖലകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ളവ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സൗദിയുടെ ശ്രമം. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു നിയുക്ത മന്ത്രിയായ ഫഹദ് അൽ സൈഫ്. 2024 മുതൽ PIF ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആൻഡ് എക്കണോമിക് സ്റ്റഡീസിന്റെ മേധാവിയാണ്. 2021 മുതൽ ഗ്ലോബൽ ക്യാപിറ്റൽ ഫിനാൻസിന്റെ മേധാവിയായും തുടരുന്നു. PIF എത്തും മുമ്പ് നാഷണൽ ഡെപ്റ്റ് മാനേജ്മെന്റ് സെന്ററിന്റെ ആദ്യ എക്സിക്യൂട്ടീവായിരുന്നു. ഒപ്പം സൗദി ധനമന്ത്രിയുടെ ഉപദേശകനായും പ്രവർത്തിച്ചു. നിയോം ഉൾപ്പെടെ വിവിധ ബോർഡുകളിലെ അംഗം കൂടിയാണ്. ബാങ്കിംഗ് മേഖലയിൽ നിരവധി മുതിർന്ന പദവികൾ ഉണ്ടായിരുന്നു. സൗദി ബ്രിട്ടീഷ് ബാങ്കിലും HSBCയിലും പ്രധാന റോളുകൾ വഹിച്ചു. കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിലായിരുന്നു പഠനം. ഈ നിയമനം സൗദിയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ മന്ത്രിയുടെ നിയമനം എന്നതും ശ്രദ്ധേയമാണ്. PIF കീഴിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നും മാറി വിവിധ മേഖലകളിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഊർജിത നീക്കം നടക്കുമ്പോഴാണ് മാറ്റം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.